ഹലോ മച്ചന്മാരെ, അപ്പോൾ എല്ലാവർക്കും മെറ്റൽ സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നാക്കുന്നത് ഒരു റൂഫിങ്ങിൻ്റെ വർക്കായിട്ടാണ്. ഒരു 350 സ്ക്വയർ ഫീറ്റ് ഷീറ്റ് ഇടാനായിട്ടാണ്. അപ്പോൾ ഷീറ്റിൻ്റെ വർക്കിനായിട്ട് നമ്മൾ ആദ്യം പൈപ്പൊക്കെ എല്ലാം പെയിൻ്റ് അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ശിഷ്യൻ പോസ്റ്റ് പിടിപ്പിക്കാനുള്ള പ്ലേറ്റൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിറ്റ് അന്വേഷിച്ച് അങ്ങാടും നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പോൾ അവൻ പ്ലേറ്റൊക്കെ ഹോൾ ചെയ്ത് പിടിപ്പിച്ച് കഴിയാറായി ഏകദേശം. പോസ്റ്റ് എല്ലാനും വാട്ടർ ലെവലൊക്കെ നോക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കാരണം അവനിങ്ങനെ നാണം വന്നിട്ട് എന്നെ നോക്കും, വീഡിയോയിൽ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അവന് നാണം പറഞ്ഞെന്ന് വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ പ്ലേറ്റൊക്കെ എല്ലാവരും പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാ പോസ്റ്റ് പിടിപ്പിക്കാൻ പോയ സമയത്ത് കറക്റ്റായിട്ട് കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ അത് ശിഷ്യൻ പോയി കിടന്നുണ്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കാൻ കിടന്നുണ്ട്. നിങ്ങളുടെ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ തന്നെയാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കാറുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ കറണ്ട് വന്നപ്പോഴേക്കും പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. നമ്മൾ വന്ന സമയം കൊണ്ട് വേഗം പോസ്റ്റൊക്കെ പിടിപ്പിച്ച് ബീമൊക്കെ കയറ്റി വെച്ച് ഇനി ഡ്രസ്സ് പിടിപ്പിക്കണം. അപ്പോൾ ഡ്രസ്സൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടല്ലാനും. അപ്പോൾ പർലിങ് അടിക്കാൻ വേണ്ടി ശിഷ്യൻ പോസ്റ്റൊക്കെ സ്ട്രോങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേളിൽ കയറാൻ വേണ്ടി. അപ്പോൾ ഇതിനിടയിൽ കറണ്ട് പോയി കുറേ നേരം അങ്ങോട്ട് പോയാൽ പിന്നെ വീഡിയോ എടുക്കാൻ ഞങ്ങൾ നിന്നില്ല. പരമാവധി ഞങ്ങൾ അടിച്ച് വേഗം തീർത്തിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പർലിങ്ങൊക്കെ എല്ലാം അടിച്ചിട്ടാ. അപ്പോൾ ഇനി ഷീറ്റ് ഇടാൻ തുടങ്ങാൻ പോണെയാണ്. ഷീറ്റിട്ട് പകുതിയായപ്പോഴേക്കും മഴ തുടങ്ങി. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നേരത്തെ വീഡിയോ എടുക്കണ കാരണം കണ്ണാടയൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങിയാണ് ശിഷ്യൻ. കറണ്ട് പോക്കും മഴയൊക്കെ ആയിട്ട് ഇപ്പം ഇനിയിപ്പോൾ എല്ലായിടത്തും വെള്ളർമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. മഴയില്ലാത്തപ്പോൾ കറണ്ട് ഉണ്ടാവില്ല, കറണ്ട് വരുമ്പോൾ മഴ വരും. അപ്പോൾ നമ്മൾ JSWൻ്റെ കളർ 1+ എന്ന് പറയുന്ന ഷീറ്റാണ് അടിച്ചത്. നമ്മൾ 5 വർഷം വാറണ്ടി ഉള്ളത്. അപ്പോൾ ചെറിയ സ്ലോപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഷീറ്റ് ഇങ്ങനെ അടിച്ചിട്ടേ നമ്മൾ കവറ് പൊളിക്കാറുള്ളൂ ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ നമ്മളിങ്ങനെ കവർ പൊളിക്കണത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലിട്ടപ്പോൾ എല്ലാവരും ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഷീറ്റ് ഇടേണ്ടത്. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കവർ പൊളിക്കണതാണ് ഏറ്റവും നല്ലതാകുമ്പോൾ ഷീറ്റിൽ സ്ക്രാച്ച കാര്യങ്ങളൊന്നും വരില്ല. നമുക്കിങ്ങനെ ചെറിയ ഒരുപാട് വലിയ വർക്കിലൊക്കെ ഒന്നും നമുക്കിങ്ങനെ ചെയ്യാമല്ലോ. പക്ഷേ എന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ. ഷീറ്റ് അടിച്ചിട്ട് നമ്മൾ ഒലിക്കറേ ഉള്ളൂ. അതാണ് കുറച്ചും കൂടി എളുപ്പമെന്ന് തോന്നുന്നത്. പിന്നെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണെന്ന് തോന്നും. പക്ഷേ നമ്മൾ എത്ര ചെരിവാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ചെറിയ വർക്ക്.